ഈ ഒരു വീഡിയോ കണ്ടല്ലോ, ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി കേട്ടോ. കാരണം നമ്മൾ ഒട്ടും വിചാരിക്കാത്ത ഒരു ആള് അല്ലേ, അതായത് നമ്മൾ ഈ ഒരു ഫക്രുദ്ദീൻ പന്താവർ എന്ന് പറയുന്ന ആള്, നമുക്കറിയാം വിസാൽ മീഡിയ എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിന്റെ ഉടമയാണ്. അദ്ദേഹം നല്ല നല്ല കണ്ടന്റുകൾ തന്നെയാണ് വീഡിയോ ചെയ്യുന്നത് അല്ലേ. അദ്ദേഹത്തിന്റെ ആ പേജ് എടുത്ത് നോക്കിയാൽ തന്നെ നമുക്കറിയാം 7 ലക്ഷം, അതായത് 8 ലക്ഷത്തിന് അടുപ്പിച്ച് തന്നെ സബ്സ്ക്രൈബർ കൗണ്ടുകളുണ്ട്. അതുപോലെ തന്നെ 3200ഓളം വീഡിയോസും അദ്ദേഹം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വീഡിയോസുകളുടെ ഇതെടുത്ത് നോക്കുവാണെങ്കിൽ അത്യാവശ്യം എല്ലാം റീച്ചുള്ള വീഡിയോകൾ തന്നെയാണ്. അപ്പം ഇതേ ലാസ്റ്റ് ആയിട്ടൊരു വീഡിയോ പോസ്റ്റ് ചെയ്ത് 2 ആഴ്ചകൾക്ക് മുൻപാണ്. നമ്മൾ ലാസ്റ്റ് വീഡിയോകളൊക്കെ എടുത്ത് നോക്കുമ്പം ഇദ്ദേഹം പ്രസൻസ്, അതായത് ഇദ്ദേഹം സ്വയം വന്ന വീഡിയോ ചെയ്യുന്ന ഒരു സ്ഥാനത്ത് പിന്നെ ലാസ്റ്റ് ഘട്ടമൊക്കെ ആയപ്പോൾ ഓൺലി വോയിസ് ഓവർ മാത്രമാണ് നമ്മൾ കണ്ടതല്ലേ. അപ്പോഴും ഞാൻ വിചാരിക്കുകയും ചെയ്ത് എന്തുകൊണ്ട് അദ്ദേഹം വോയിസ് ഓവർ മാത്രം ഇടുന്നു, എന്തെങ്കിലും അസുഖമായിട്ട് കിടക്കുന്നു എന്നൊന്നും അറിയില്ലല്ലോ. പിന്നെ ഈ 2 ആഴ്ച കൊണ്ട് വീഡിയോ കാണാത്തത് കൊണ്ട് ഞാൻ ഓൾറെഡി വിചാരിച്ചു ഹോസ്പിറ്റലൈസ്ഡ് വല്ല ആയി കാണും. അപ്പം മനുഷ്യന് ഹെൽത്ത് വയ്യാതായാൽ പിന്നെ നമുക്ക് ഇത്തരം ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പം അതായിരിക്കും കാരണം എന്നാണ് ഞാൻ വിചാരിച്ചത്. പിന്നീടാണ് ഇദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജ് എടുത്ത് നോക്കിയപ്പോഴത്തേക്ക് സംഭവം അദ്ദേഹം ലാസ്റ്റ് പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ അതിൽ കമന്റ് ബോക്സിൽ ശരിക്കും പറഞ്ഞാൽ ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് കണ്ടത്. അതായത് ചെറിയ പെരുന്നാൾ ആശംസകൾ കൊടുത്തിരുന്ന ആ ഒരു പോസ്റ്റിന് താഴെയാണ് ഒരുപാട് പേര് അദ്ദേഹത്തിന് തിരിച്ചും ആ ഒരു ആശംസ കൊടുത്തിരുന്നു. ആ ആശംസയ്ക്ക് താഴെയായിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വാർത്ത വന്നത്. ഫക്രുദ്ദീൻ പന്താവൂർ പോലീസ് കസ്റ്റഡിയിൽ, യുവതി സമൂഹ മാധ്യമങ്ങളോട് അപമാനിച്ചു. ഫക്രുദ്ദീൻ പന്താവൂർ പോലീസ് കസ്റ്റഡിയിൽ എന്ന് പറഞ്ഞാണ് ആ ഒരു വാർത്ത വന്നത്. ശരിക്കും ആ ഒരു വ്യക്തി ഉണ്ടല്ലോ, ഈ പോസ്റ്റ് ചെയ്ത വ്യക്തി എല്ലാവരുടെയും കമന്റിന് താഴെ ഈ ഒരു പോസ്റ്റ് തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഫക്രുദ്ദീൻ പന്താവൂർ പോലീസ് കസ്റ്റഡിയിൽ, യുവതി സമൂഹ മാധ്യമങ്ങളോട് അപമാനിച്ചു എന്ന് പറഞ്ഞോട്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം അറസ്റ്റ് ആയിട്ടുണ്ട്. അത് സമൂഹ മാധ്യമത്തിലൂടെ ഒരു യുവതിയെ അപമാനിച്ചു എന്ന് പറഞ്ഞാണ് ആ ഒരു പോസ്റ്റ്. ശരിക്കും പറഞ്ഞാൽ 10,000 വീഡിയോസ് അദ്ദേഹം ചെയ്യുന്നത് കൊണ്ട് തന്നെ ഏത് യുവതി എന്താണ് സംഭവം എന്ന് കറക്റ്റായിട്ട് അറിയില്ല. അപ്പൊ ആ വീഡിയോയിൽ തന്നെ നമ്മൾ കണ്ടതാണ് അദ്ദേഹം പോലീസിനോടൊപ്പം പോകുന്നത് മാസ്കൊക്കെ വെച്ചുകൊണ്ട് തന്നെ. എന്തായാലും അവസാനം എല്ലാ കമന്റ്സിനും ആ വ്യക്തി ഇതുപോലെ ഈ ഒരു പോസ്റ്റ് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് മാത്രമല്ല, ഏറ്റവും അവസാനം അദ്ദേഹം ഡീറ്റെയിൽ ആയിട്ട് തന്നെ അതിന്റെ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോയുടെ ലിങ്ക് എന്താണെന്ന്, അതായത് പോലീസിനോടൊപ്പം ഫക്രുദ്ദീൻ പോകുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ കണ്ടത്. അപ്പൊ ആ ഒരു ലിങ്കിൽ പറഞ്ഞിരിക്കുന്നത്, ഫക്രുദ്ദീൻ പന്താവൂർ അറസ്റ്റിൽ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്ത് സ്പെഷ്യൽ കോടതി, അതായത് മലപ്പുറം യുവതി സമൂഹ മാധ്യമങ്ങളോട് അപമാനിച്ച ഫക്രുദ്ദീൻ പന്താവൂർ അറസ്റ്റിൽ. ഹൈക്കോടതി ജാമ്യം നിഷേധിച്ച പ്രതി ഒളിവിൽ കഴിയവെയാണ് തൃക്കാക്കര ACPയുടെ നേതൃത്വത്തിൽ പ്രതിയെ കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് പോലീസ് കേസ് എടുത്തിട്ടുള്ളത്. കുറ്റകൃത്യത്തിന് ഉപയോഗിച്ച മൊബൈൽ ഫോൺ പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. പ്രതി പല ഗ്രൂപ്പുകളിലേക്കും ഈ ഒരു വീഡിയോ അയച്ച് നൽകിയിട്ടുണ്ടെന്നും അതിൽ അന്വേഷണം നടക്കുകയാണെന്നും പോലീസ് അറിയിച്ചു. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. എറണാകുളം ജില്ലാ ജയിലിലാണ് ഇപ്പോൾ പ്രതി ഉള്ളത് എന്നാണ് ആ ഒരു വാർത്തയിലും അതോടൊപ്പം തന്നെ അതിൽ ഇരിക്കുന്ന ആ ഒരു വീഡിയോയിൽ നമുക്ക് വ്യക്തമാകുന്നത്. ശരിക്കും സമൂഹ മാധ്യമത്തിലൂടെ ഒരു യുവതിയെ അപകീർത്തിപ്പെടുത്തി എന്നാണ് പറഞ്ഞൊരു കേസ് വന്നിരിക്കുന്നത്. ശരിക്കും എന്താണ് ആ ഒരു കേസ് അല്ലെങ്കിൽ എന്താണ് സംഭവം എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. എന്നിരുന്നാലും ഇത് വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു ന്യൂസ് തന്നെയാണ്. ഇത്രയധികം സബ്സ്ക്രൈബർ കൗണ്ടുള്ള ഒരു വ്യക്തിക്ക് എവിടെ എന്ത് സംഭവിച്ചു എന്നറിയില്ല. പ്രത്യേകിച്ച് നമ്മൾ ഇത്തരം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കുമ്പോൾ പറയുന്ന കാര്യങ്ങൾ വളരെ സൂക്ഷിച്ചും കണ്ട് തന്നെ നമ്മൾ കൈകാര്യം ചെയ്യണമെന്നാണ്. നമ്മൾ ചിലപ്പം അറിയാതെ പറഞ്ഞു പോകുന്ന ചില വാക്കുകളായിരിക്കും മറ്റുള്ളവർക്ക് അത് ഹേർട്ട് ആവുന്ന രീതിയിൽ പോകുന്നത്. പ്രത്യേകിച്ച് നമ്മൾ സ്ത്രീകൾക്ക് മാന്യത കൊടുത്ത് തന്നെ സംസാരിക്കാം. ഏത് വീഡിയോക്കാണ് അദ്ദേഹം എന്താണ് പറഞ്ഞത് എന്നുള്ള കാര്യത്തിൽ ശരിക്കും പറഞ്ഞാൽ ഇതുവരെയ്ക്കും അത് എന്താണെന്ന് അറിയത്തില്ല. എന്തായാലും ഈ ഒരു ന്യൂസ് വന്നതോടുകൂടി തന്നെ ഇപ്പോൾ ആ ഒരു വിസാൽ മീഡിയ എന്ന് പറയുന്ന ചാനലിലെ അദ്ദേഹത്തിന് സംഭവിച്ച കാര്യത്തെക്കുറിച്ച് തന്നെയാണ് നമ്മൾ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ എനിക്ക് തോന്നുന്നത് ഇപ്പൊ ചർച്ചയാകുന്നത്. ഒട്ടുമിക്ക ആളുകൾ അത് അറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്, അദ്ദേഹം അറസ്റ്റിലായി എന്നുള്ള കാര്യം. എന്തായാലും വരുന്ന ദിവസങ്ങളിൽ ചിലപ്പോൾ സംഭവം എന്താണെന്നും അല്ലെങ്കിൽ ആരാണ് ഈ പരാതി കൊടുത്തതും അല്ലെങ്കിൽ എന്താണ് സംഭവം എന്നുള്ളതിന്റെ ഒരു ഡീറ്റെയിൽസ് തന്നെ കിട്ടാൻ സാധ്യതയുണ്ടാകും. ഇതെല്ലാം നമുക്കത് കാത്തിരുന്ന് കാണാം എന്താണ് ആ ഒരു സംഭവം എന്നുള്ളത്.